അങ്ങനെയാണെങ്കിൽ ആരെ പോവാ? കൊറേ കാലായി ആഗ്രഹമാണ്. കൊറേ കാലായിട്ട് എന്താണ് അങ്ങനെ നെയ്യത്ത് വെക്കാൻ കാരണം? നമ്മളൊക്കെ ആഗ്രഹമുണ്ട്. അല്ല, ആഗ്രഹമുണ്ട്, കൊറേ കാലായി വിചാരിക്കണം. ഡോക്ടർ ആഗ്രഹം അല്ലേ? എന്താ ചെയ്യാ? ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അജുവക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കില്ല. പിന്നെ എപ്പോഴാ പാസ്പോർട്ട് റെഡി ആക്കണത്? പാസ്പോർട്ടൊക്കെ റെഡിയാണ്. തയ്യാറായിക്കോളി, എപ്പോഴാച്ചാ പോവാനും റെഡി ആയിക്കോളി. ഡോക്ടർ ഞാനിന് പഠിച്ചോന് നിങ്ങൾ നെയ്യത്ത് പോലെ തന്നെ. എന്താ ഡോക്ടറെ ദിൽഷ നിങ്ങളിങ്ങനെ നിൽക്കേ? മഞ്ചേരി മെഡിക്കൽ കോളേജിൽ MBBS ചെയ്തുകൊണ്ടിരിക്കുന്ന ദിൽഷയുടെ സന്തോഷക്കണ്ണീരാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്കും വലിയൊരു സന്തോഷമുണ്ട്. ഇതൊന്നുമല്ല, മഞ്ചേരിയിലെ അജ്വ പർദ എന്ന ഷോപ്പിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരുപാട് സമ്മാനങ്ങൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഇതാ അവർ ഓഫർ ചെയ്ത മെഗാ പ്രൈസ് വിന്നർ, അവിടെ നിന്നും പർച്ചേസ് ചെയ്ത ആളുകളിൽ നിന്നും 2 പേരെ പരിശുദ്ധമായ ഉംറയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു ഓഫർ നൽകിയിരുന്നു. അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടന്നത്. ആ നറുക്കെടുപ്പിൽ അവിടുത്തെ ജനപ്രതിനിധികൾ, വ്യാപാരി സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ ചെറിയ അതൊക്കെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് അവസാനം മെഗാ വിന്നറെ തിരഞ്ഞെടുത്തു. അങ്ങനെ 1ാം സ്ഥാനം 2 പേരാണ് അതിലുള്ളത്. അതിലൊന്ന് ഈ ഒരു കുട്ടിക്കും അതേപോലെ തന്നെ ഒരു ഉസ്താദിനുമാണ്. അപ്പോൾ നമ്മളും തന്നെ ആഗ്രഹിച്ചു ഇതൊരു സർപ്രൈസായിട്ട് അതിൻ്റെ അജു ഉൾപ്പെടെയുള്ള അതിൻ്റെ ഡയറക്ടർമാർ ഞാനുൾപ്പെടെ തീരുമാനിച്ചത് ഈ വിജയികളെ സർപ്രൈസായിട്ട് അറിയിക്കണം. അങ്ങനെ ഇവരെ ഞങ്ങൾ വിളിച്ചു. അങ്ങനെ അവരെ അൺഎക്സ്പെക്റ്റഡായിട്ട് അവരെ കാണുന്നു, അവരെ ആ സന്തോഷം അറിയിക്കുന്നു. ഈ ഒരു എന്താ പറയുക, ഒരു പുണ്യമായ അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള വേളയിലേക്കാണ് ഈ വീഡിയോ നിങ്ങളെ കൊണ്ടുപോകുന്നത്. മിസ് ചെയ്യരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം. തീർച്ചയായിട്ടും ഈ 2 പേരും ഒരുപാട് ആളുകളാണ് ഈ അവിടെ നിന്നും പർച്ചേസ് ചെയ്ത് ഇതിൽ കൂപ്പണുകൾ കരസ്ഥമാക്കിയത്. അതിൽ നിന്നും ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങളും വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സമ്മാനം കൊടുത്തു. ഇതിൽ മെഗാ വിന്നർ 2 പേരാണ്. ഈ കൂപ്പൺ കിട്ടി വിജയിച്ച 2 പേരും അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നവരാണ് ഉംറയ്ക്ക് പോകണം എന്നുള്ളത്. അവർക്ക് തന്നെയാണ് കിട്ടിയത്. ഏതായാലും വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അജു, അപ്പൊ നമ്മള് പിന്നെ പാണാഴി ആ വഴിയല്ലേ പോണത്? ദിൽഷ മടത്തൂർ അവരല്ല ആദ്യം കാണാൻ പോണത്. അത് സംഭവം കേട്ടോ. അതിങ്ങനെ നോക്കല്ലേ, അവരോടിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുള്ള മറ്റേതാണ് ഇത് 200. നമ്മളുള്ളത് ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. 250 രൂപന്റെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് പർച്ചേസ് ചെയ്ത സാധനമാണ്. നമ്മളൊരു സർപ്രൈസ്, ഒരു സന്തോഷല്ലേ? അതെ, വീട് അതുകൊണ്ടാണ് അവരവിടെ ഉണ്ടോന്നൊക്കെ അറിയണ്ടേ. അപ്പൊ ഏതായാലും പോയി നോക്കല്ലേ ഷാവിലെ? ഓക്കെ, പോയി നോക്കാം. ഏത് ക്ലാസ്സിലാ? MBBS എവിടെ ചെയ്യണത്? ഫസ്റ്റ് ഇയറാ? പിന്നെ ഇതൊക്കെ അജുവിന്റെ ആൾക്കാരാണ്. പർദ്ദ എന്നെടുത്തത് പർച്ചേസ് ചെയ്തത്? ആരാ അവിടെ ആരാ വന്നിരുന്നത്? ദിൽഷനാണോ? വെച്ച് വന്നിരുന്നില്ല അവിടുന്ന്? അല്ല നിങ്ങൾക്കാ? പിന്നെ എങ്ങനെയുണ്ട് പർദ്ദ? ഇഷ്ടമായ? അടിപൊളിയല്ലേ? അപ്പൊ സമ്മാനം കൂപ്പിട്ടീന്നവിടെ കിട്ടീന്നില്ലേ? കൂപ്പന് കിട്ടീന്നല്ലോ. അവർ 500 രൂപന്റെ കൂപ്പുണ്ട്. അപ്പൊ അതേരാണ് ഇത്ര ആൾക്കാർ ബേജാറാണ്. പ്രശ്നം ഉണ്ടാ ഇല്ലല്ലോ? ഒരു 500 രൂപയുടെ കൂപ്പണ് ഷാവിലെ കേട്ടാ. ഹാപ്പി ആയോ? ഹാപ്പി നോക്കിങ്ങള്. അതാണ് സന്തോഷം അല്ലേ? 500 രൂപയുടെ കൂപ്പണ് വരെ ഡോക്ടറായിട്ട് പോലും. അതാണ് പറഞ്ഞല്ലേ, ചില ആൾക്കാർ അത്ര ഉള്ളൂ എന്നൊക്കെ ചോദിക്കും. അതൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വരെ അതിന് ഓണേഴ്സ് ഇങ്ങോട്ടേ 500 രൂപയാണ് ഇങ്ങോട്ട് വരെ. ആരാ കൂപ്പൺ തന്നാളെ? ഈ കാക്കയാണല്ലോ കൂപ്പൺ തന്നാളെ. ഏതായാലും കാക്കാക്ക് ഭാഗ്യമുണ്ട്. ഇനി അടുത്ത് വലിയ സമ്മാനം അടിക്കട്ടെ അല്ലേ? അപ്പൊ നിങ്ങളെ ലക്ക് തുടങ്ങുകയാണ്. MBBS ഏത് ഇയറാണ്? ഫസ്റ്റ് ഇയർ MBBS. അപ്പൊ ഫൈനൽ ആകുമ്പോഴത്തേന് അൽഹംദുലില്ലാ വലിയ ഭാഗ്യം ഉണ്ടാവും അല്ലേ? പിന്നെ വാഷിംഗ് മെഷീൻ മിനിമം ആണല്ലേ? ഉമ്മ വരി ഉമ്മ ഒരു കാര്യം ചോദിക്കട്ടെ.
എന്താ നിങ്ങളെ ഭാഗ്യം വരില്ലേ മോൾ MBBS കിട്ടിയതന്നെ ചെറിയ കാര്യ അതും മെഡിക്കൽ കോളേജ് കിട്ടി അൽഹംദുലില്ലാ. ദിൽഷ ഈ സ്ഥലം ഏതാ? പാണായി അല്ലേ? എത്രാം വാർഡാ? എത്രാം വാർഡാ? മൂന്നാം വാർഡിലാണ് അല്ലേ? പിന്നെ ഉമ്മ നിങ്ങൾ ഇങ്ങോട്ട് വരും. ഇതാരാ ഇവിടെ ആരൊക്കെയുണ്ട്? ദിൽഷന്റെ പിന്നെ മൂന്നനിയന്മാര്. ഉപ്പ എന്ത് ചെയ്യണം? ഉപ്പന്റെ പേരെന്താ? ഷംസുദ്ദീൻ. എന്താ ജോബ്? ബിസിനസ്. നിങ്ങൾ ഉമ്മ വരും, വല്യമ്മ ഇങ്ങോട്ട് വരി. ഇത് പനമല്ലേ? നിങ്ങൾ വരും, നിങ്ങൾ ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഉമ്മാന്റെ പേരെന്താ? ആയിഷ ഉമ്മ അല്ലേ? എന്താ മോൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യാ? ആദ്യം പ്രതീക്ഷ എന്ത് ചെയ്യുന്നു? അവിടെ ഒന്നാം സമ്മാനം എന്താന്ന് അറിയുന്നോ? ഉംറന്റെ ആണല്ലേ? ഏത് ഉംറന്റെ ഒന്നാം സമ്മാനം ഉണ്ടായിരുന്നോ? അയ്യോ, വാഷിംഗ് മെഷീനോ മിക്സി ഒക്കെയാണ് ഇതാണെങ്കിലും. അല്ല ചോദിക്ക, ഭാവിയിൽ ഇനി ഉമ്രൊക്കെ അജ്ജ് ചെയ്തിട്ടുണ്ടമ്മ? ആയിക്കോട്ടെ. എന്താ ചെയ്യഞ്ഞിപ്പോ? എന്താ ഷാവിലെ അങ്ങനെ ത്രില്ലിങ്ങിലാണല്ലേ? ഇനിയിപ്പോ അഥവാ നമ്മളൊരു നറുക്കെടുത്ത് ഉമ്രക്ക് കിട്ടണമെങ്കിൽ എന്താ ഉമ്രക്ക് പോവോ? ഉമ്രക്ക് കിട്ടണമെങ്കിൽ പോവല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വരി. അല്ല അപ്പൊ ആരെ പോവാ? അങ്ങനെയാണെങ്കിൽ ആരെ പോവാ? കൊറേ കാലായിട്ട് എന്താണ് അങ്ങനെ നെയ്യത്ത് വെക്കാൻ കാരണം? നമ്മളൊക്കെ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്, കൊറേ കാലായി വിചാരിക്കണം. ഡോക്ടർ ആഗ്രഹം അല്ലേ? എന്താ ചെയ്യാ? ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അജുവക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ്. എന്നാ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ എപ്പോഴാ പാസ്പോർട്ട് റെഡിയാക്കണത്? പാസ്പോർട്ടൊക്കെ റെഡിയാണ്. തയ്യാറായിക്കോളി, എപ്പോഴാച്ചാ പോവാനും റെഡി ആയിക്കോളേ. പഠിച്ചോനെ നിങ്ങൾ നെയ്യത്ത് പോലെ തന്നെ. എന്താ ഡോക്ടറെ? ദിൽഷ നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കേ. എന്താ എനിക്ക് അത്ര ആഗ്രഹം. അൽഹംദുലില്ലാ. ഇവര് മുതലാളിമാരോട് പറഞ്ഞെന്താ പറയാ? ഇങ്ങനെ കരല്ലേ അത് ഭയങ്കര സന്തോഷം തന്നെ. ഇപ്പൊ നമ്മള് നെയ്യത്ത് നന്നായല്ലോ. മാഷേ ഇങ്ങനെ അർഹതപ്പെട്ട, അതായത് മീൻസ് അങ്ങനെ അതിയായി ആഗ്രഹിക്കുന്നവർ കിട്ടുകയാണെങ്കിൽ അതിപ്പോ നോക്കി നിങ്ങള്. അല്ലൊന്നുമില്ല, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രാർത്ഥന. ഇവരുടെ പ്രാർത്ഥന ഒരുപാട് ഉണ്ടായിരിക്കും കേട്ടോ. കൈയെടുത്ത് അപ്പൊ ഇതാ അജുവയുടെ നറുക്കെടുപ്പില് പിന്നെ ഒന്നാം സ്ഥാനമായ ബമ്പർ പ്രൈസ് വല്യമ്മ നിങ്ങളെ പേരക്കുട്ടിക്കാണ് കേട്ടാ, ദിൽഷക്കാണ് കിട്ടിയിട്ടുള്ളത്. ഉംറക്ക് അജുവ മഞ്ചേരിയിലെ അജുവ സൂക്ക് പിന്നെ കൊണ്ടുപോകുന്നതാണ്. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. എങ്ങനെയുണ്ട്? ഹലോ കേട്ടാ? ഹലോ കേട്ടാ, ഒരാൾ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, റെഡി ആയിക്കോളി. മോള് ഇവിടെ റെഡിയാണ്. ഓക്കെ, സന്തോഷായില്ലേ? എന്താ പറയാനുള്ളത്? ഞാൻ എന്താ വാക്കിട്ടുണ്ടോ? സന്തോഷായി, ഹാപ്പി. നമ്മളെ വരവ് സക്സസ് ആയി, അൽഹംദുലില്ലാ. അപ്പൊ അജോ നമ്മളിപ്പോ ഇവിടെ എത്തിയത് പടിഞ്ഞാറ്റുമുറി ഉസ്താദാണെന്നുള്ള പ്രത്യേകത കേട്ടാ. ആ സാധുവിനോട് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ലോറി സ്കരിച്ച് പടിഞ്ഞാറ്റുമുറി ഇവിടെ പള്ളിയിൽ വെയിറ്റ് ചെയ്യണം ഞങ്ങൾക്ക്. അപ്പോൾ ഒന്ന് പോയി പറയാല്ലേ? നോക്കുക എന്താന്നുള്ള പോയി വെക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. മുഹമ്മദ് ആഷിഖ്. ഇവിടെ വർക്ക് ചെയ്യണ? അവിടെ വർക്ക് ചെയ്യണം. മാഷാ അല്ലാഹ്, സന്തോഷമായി. പിന്നെ ഇവര് പറയാൻ വിചാരിച്ചുകൊണ്ട് രാവിലെ ഇറങ്ങിയതാ. അവിടുന്ന് എന്താ എടുത്ത അജുവിന്ന്? അവിടുന്ന് വൈഫിന് പർദ്ദ, പിന്നെ മോൾക്ക് ചെറിയ ഇതും, പിന്നെ വൈഫിന് 2 മാക്സി, അങ്ങനെയൊക്കെ ആണല്ലേ. നമ്മളധികം അവിടെ തന്നെയാണ് പർദ്ദയും കാര്യങ്ങളൊക്കെ എടുക്കല്. എൻ്റെ വിവാഹത്തിനും ഒക്കെ അവിടെ തന്നെ എടുത്തിരുന്നത്. ഇതേതാ സ്പോട്ട് ശരിക്കും വരുന്നത്? ഇത് ഉന്നന്തല എന്ന് പറയും. ഉന്നന്തല പടിഞ്ഞാറ്റുമുറി. അല്ല ഈ ഉന്നന്തല എനിക്കറിയില്ല, പടിഞ്ഞാറ്റുമുറി നമ്മൾ പറയാറുള്ളത്. ഇത് ഉന്നന്തല ജുമാ മസ്ജിദ് എന്നാ പറയുന്നത്. പറയല്ലേ? മസ്ജിദുൽ ഫലാഹ് എന്ന പള്ളീൻ്റെ പേര്. പിന്നെ വേറെ വീട്ടിലാരുള്ളത്? വീട്ടിൽ ഉമ്മ ഉണ്ട്, വൈഫുണ്ട്, മോളുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇതെടുത്തപ്പോ എന്താ സമ്മാനം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ കിട്ടിയാൽ നമുക്ക് അൽഹംദുലില്ലാ. മുപ്പതാണ് അന്ന് എഴുതിടാൻ പറഞ്ഞത്. പറഞ്ഞില്ലേ? അത് പറഞ്ഞ് ജയിപ്പിച്ചാണ്.
അത് നന്നായി. എല്ലാവരോടും അങ്ങനെ തന്നെ ചെയ്യല്ലേ, അത് നല്ലതാണ്. ചിലർ മുണ്ടൂല, ചില ഷോപ്പിലേ, ചില ഷോപ്പിൽ അങ്ങനെ ഉണ്ട്, നമുക്ക് അനുഭവം ഉണ്ട്. ഇത് മക്കളാരെങ്കിലും പറയുമ്പോഴാണ് നമ്മൾ എഴുതാറുള്ളത്. നമ്മൾ നമുക്ക് അവിടെ ശരിക്കേ ഇവർ ഒരുപാട് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് നറുക്കെടുത്തു, പിന്നെ അതിൽ കുറേ സമ്മാനങ്ങൾ വാഷിംഗ് മെഷീൻ കൊടുക്കുന്നുണ്ട്, മിക്സി ഉണ്ട്, 50 പേർക്ക് പ്രോത്സാഹന സമ്മാനം എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ട്. പിന്നെ ഉംറ ഇത്ര ആൾക്കാരുടെ നിന്ന് കിട്ടുന്ന ആൾ ഭയങ്കര ഭാഗ്യമായിരിക്കും അല്ലേ? നമുക്ക് മുമ്പ് കിട്ടീന് അല്ല, കിട്ടുന്ന ആളുകൾക്ക് അതെ ഭയങ്കര ഭാഗ്യമായിരിക്കും എന്നുള്ളത് അല്ലേ ഷാവിലെ? ഏതായാലും സന്തോഷം. ഇനിയിപ്പോൾ കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാ. ഉംറക്ക് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. നിങ്ങൾക്കാണ് കേട്ടോ. അൽഹംദുലില്ലാ. നിങ്ങൾ പോയിട്ടുണ്ടോ ഉംറക്ക്? ഇല്ലല്ലോ, അത് പോയിട്ടില്ല. പാസ്പോർട്ടൊക്കെ റെഡിയാ? പാസ്പോർട്ട് കിട്ടിയാണ് നമുക്ക്. ഇനി എപ്പോൾ പോകാൻ നിങ്ങൾ നോക്കിയിരുന്നു പോകാൻ അറിയിച്ചാൽ മതി. ഉംറക്ക് പോകാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇത് കിട്ടിയാൽ നമുക്ക് കണ്ടപ്പോൾ അതിൽ നമ്മൾ 1-ാം സമ്മാനം മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഉംറന്നുള്ളത്. കിട്ടിയാൽ അൽഹംദുലില്ലാ പോകാമെന്ന് ചോദിച്ചോക്കിയപ്പോൾ ഇന്നിപ്പോ ഒന്നൊരു ഡോക്ടർക്ക് ഒരു MBBS പഠിക്കുന്നേ ദിൽഷ പറഞ്ഞ കുട്ടിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പാണായുള്ള കുട്ടിയാണ്. അവരെ വീട്ടിൽ പോയി ഞങ്ങൾ അറിയിച്ചു. രണ്ടാമത് ഉസ്താദിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേരി. മുഹമ്മദ് ആഷിഖ് ഫൈസിക്കാണ് രണ്ടാമത് ഉംറക്ക് അജുവ പർദയുടെ. ഞങ്ങൾ എന്താ പറയുക ഉസ്താദ് ആയതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ലളിതമായിട്ട് ഇങ്ങനെ ഒരു ഇതിലുള്ളത്. നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അവിടെ ഒരു ഓവർ ഷോ ഒന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ നല്ല നെയ്യത്തുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അല്ല ഇവർക്കൊരു നെയ്യത്തുണ്ടായിരുന്നു. ഇങ്ങനെ അതിയായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിട്ടുകയാണെങ്കിൽ സന്തോഷം അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് സാധിച്ചാൽ സന്തോഷം. ഇവർക്കും വേണ്ടി ദുആ ചെയ്യുക നിങ്ങൾ. ഇതിന് മുതലാളിമാരാണ് ഷോപ്പിൻ്റെ. കൗണ്ടറിൽ കൗണ്ടറിലാണ്. ആരാണ് ഇടയ്ക്ക് കൗണ്ടറിൽ കാണലുണ്ടല്ലോ. സ്ഥിരം കസ്റ്റമർ. എന്താ അജുവയെ കുറിച്ച് പറയാനുള്ളത്? അത് കുഴപ്പമില്ല, അൽഹംദുലില്ലാ. നല്ല ഡ്രസ്സാണ്. നമ്മൾ സമീപത്ത് പല പർദ്ദ ഷോപ്പിലും പോയത് അപേക്ഷിച്ച് വിലയും നമുക്ക് പതാണ്. പിന്നെ ഏത് ചോദിച്ചാലും ഇവർ സ്റ്റാഫുകൾ അത് എടുത്ത് നമുക്ക് കാണിച്ചു തരാനും ഒരു മടിയില്ല. ചിലയിടത്ത് തന്നാൽ അവർക്ക് കാണിച്ചു തന്ന രണ്ടാമത്തെ എടുക്കാൻ പറഞ്ഞാൽ ചെറിയ മടിയൊക്കെ. ഇവിടെ സ്റ്റാഫുകൾ നമ്മൾ കണ്ടുകൊടുത്തോളം പ്രത്യേകിച്ച് 30 ഫസ്റ്റ് ചെറിയ ഷോപ്പായിരുന്നു അന്ന് തൊട്ടേ 30 നമ്മൾ ബന്ധമുണ്ട്. 30 എടുത്ത് അപ്പുറത്ത് മറ്റേ ചുരിദാറിൻ്റെ ഈ കിടക്കാൻ നമ്മൾ വലിച്ചുകൊണ്ടുപോകും. അവിടെ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു തന്നെ 30 പ്രത്യേകിച്ച് വിഷയങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അതുകൊണ്ടാണ് മഞ്ചേരി ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ടേ നല്ല വളർന്നത്. നല്ല ഗ്രോത്ത് ഉണ്ട് ബിസിനസ്സിന്. ഇവരുടെ ഡീലിങ്സും പിന്നെ ഇവരുടെ നെയ്യത്ത്. ഇതിപ്പോൾ ഉംറക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവർ ചാരിറ്റിയാണ് ഇവർക്ക് ഇഷ്ടം. ഇങ്ങനെ ഒരു നല്ലൊരു പെർസെൻറ്റേജും ചാരിറ്റിക്കാണ് ഇവർ പോകുന്നത്. ഇത് പിന്നെ അങ്ങനെയല്ല, ഇതിങ്ങനെ ഒരു നല്ല നെയ്യത്തിൽ നല്ല സംഭവം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും വിജയിച്ചു. നിങ്ങൾ ഇതിൽ വന്നതിൽ നിങ്ങൾ കണ്ടതിൽ സന്തോഷം. പോട്ടെ. അപ്പം ഇനി ബാക്കി ഇവരായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ കടയിൽ വരിക, ബന്ധപ്പെടുക. എപ്പോഴാണ് ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് പോകേണ്ടത്, എന്നാണ് നിങ്ങൾ പോകേണ്ടത് വെച്ചാൽ നിങ്ങൾ സംഭവം അറിയിക്കുക. അവിടെ നമ്മൾ പൈസ കൊണ്ടുപോയി കിടക്കും. നിങ്ങൾക്കുള്ള ഏറാവുന്നതിന് നമ്മളെ വാക്കിന് അപ്പോൾ പോയി വരുമോ ജോയിൻ ചെയ്യാം. നമ്മളൊരു പദ്ധതി നടത്തുന്നുണ്ടായിരുന്നു. നമ്മൾ റിനോവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് പ്ലാൻ ആക്കിയതായിരുന്നു. ഒരു വർഷം 2 ആൾക്കാരെ ഉംറക്ക് കൊണ്ടുപോകാന്നുള്ളത്. ഓരോരോ 3 മാസം നമ്മൾ നറുക്കെടുത്തിട്ട് നമ്മൾ വാഷിംഗ് മെഷീനും മിക്സി എല്ലാം കൊടുക്കണ്ടായി. കൊടുത്തു. ബമ്പർ പ്രൈസ് നമ്മൾ അൽഹംദുലില്ലാ 2 ആൾക്കാരെ ഉംറക്ക് കൊണ്ടുപോകാന്നുള്ളൊരു പ്ലാനാണ് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ബമ്പർ നറുക്കെടുപ്പാണ് ഇന്ന് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അല്ലാ. പിന്നെ നമുക്കൊന്ന് ഒരു പിന്നെ ഉസ്താദിൻ്റെ ഒരു ദുആ കൂടി നമുക്ക് സംഭവം തുടങ്ങാം ഇൻഷാ അല്ലാ. ഈ ഒരു കാലയളവിൽ ആലിമീങ്ങളേറ്റവും കൂടുതൽ മാക്കളായിട്ടൊക്കെ നമ്മൾ മഷൂർ ചെയ്തിരുന്നു ഈ ഒരു വിഷയം. നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് ഹറാമാണോ, കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കുറേ ആൾക്കാർ. അപ്പോൾ നമ്മൾ മുഫ്തിമാരോടൊക്കെ സമ്മതം ചോദിച്ചിട്ട് നിങ്ങളൊരു എമൗണ്ട് നിശ്ചയിച്ചിട്ട് ഇപ്പോൾ 1000 റുപ്യേൻ്റെ പർച്ചേസിന് കൂപ്പൺ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. നിങ്ങളെ കസ്റ്റമർക്ക് നിങ്ങൾ ഹദിയ കൊടുക്കുകയാണ് ഒരു കൂപ്പൺ. അത് എത്ര റുപ്യേൻ്റെ ഇവിടെ നിന്ന് 100 റുപ്യേൻ്റെ സാധനം എടുത്താലും 50 റുപ്യേൻ്റെ സാധനം എടുത്താലൊക്കെ ഞങ്ങൾ കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്തു വന്നിട്ടുള്ളത് അൽഹംദുലില്ലാ. നമ്മൾ ഈ പരിപാടിക്ക് വന്നിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വ്യാപാരിൻ്റെ ഞങ്ങളെ നേതാക്കന്മാരോടെ ഉണ്ട്, ഉസ്താദന്മാരുണ്ട്, ഫൈസൽ സാറുണ്ട്, പിന്നെ എൻ്റെ ചങ്സ് സുഹൃത്തുക്കളെല്ലാം ഉണ്ട്, എൻ്റെ പാർട്ട്നേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും പരിപാടി സ്വാഗതം ചെയ്യാണ്. നമ്മൾ നറുക്കെടുപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വളരെ വ്യത്യസ്തമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഒരുപാട് സമ്മാന പദ്ധതികൾ നറുക്കെടുക്കാനും മറ്റും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വളരെ പുണ്യമായ ഒരു കർമ്മത്തിന് ഭാഗമാവുന്ന ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ
ഇവിടെ സാധാരണ എത്ര രൂപക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമേ സമ്മാനം കിട്ടൂ. ഇവിടെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും 2 പേരെയാണ് പിന്നെ നമ്മുടെ മഞ്ചേരിയിലെ പിന്നെ അജ്വ പർദ സൂക്ക് ഇവിടെ നിന്നും കഴിഞ്ഞ 1 വർഷമായിട്ട് നറുക്കെടുത്തു. ഒരുപാട് പേർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകി. അതിൻ്റെ മെഗാ വിന്നേഴ്സ് 2 പേരെ ഉംറക്ക്, പരിശുദ്ധമായ ഉംറക്ക് കൊണ്ടുപോകുന്ന വലിയൊരു ചടങ്ങിലാണ് നറുക്കെടുക്കുന്ന വലിയ ചടങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ സാരഥികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഒന്ന് പരിചയപ്പെടുത്തുമോ പ്ലീസ്? റഫീഖ് ഭായ്, നിസാർ ഭായ്, എൻ്റെ പേര് അജീദ്, ഇത് റഷീദ്, പിന്നെ മുജീബ്, അതിൻ്റെ പാർട്ട്നേഴ്സ്. പിന്നെ ഇവിടുത്തെ വ്യാപാര വ്യവസായയുടെ പ്രമുഖരുണ്ട്, ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാരുണ്ട്, പിന്നെ ഇവരുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ 2 പേരെ കൊണ്ടുപോകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവർ നറുക്കെടുത്തിട്ട് അവരെ പോയി അറിയിക്കണം എന്നുള്ള തന്നെ, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ അനുകൂലമാവാൻ പ്രാർത്ഥിക്കാം. ഏതായാലും സന്തോഷം. പിന്നെ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങൾ ഇന്ന് നറുക്കെടുക്കുന്നുണ്ട്. അതിലുപരി ഇതൊരു സംഗതി തന്നെയാണ്. ആ 2 പേര് ആരാന്നുള്ളത് നമ്മൾ കണ്ടെത്തണ്ടേ? ഉംറക്ക് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്ത ഈ ഷോപ്പിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കഴിഞ്ഞ 2 ദശാബ്ദമായിട്ട് പിന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പർദ്ദ ഉൾപ്പെടെ സ്ത്രീകളുടെ വ്യത്യസ്ത വസ്ത്രങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ ഷോപ്പാണ് അജ്വ പർദ്ദ സൂക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പ്രവേശിക്കല്ലേ സാറേ? നോക്കല്ലേ? അപ്പോൾ ആദ്യം 3rd പ്രൈസ് എടുക്കാം. 6 പേർക്ക് മിക്സിയാണ് നമുക്ക് ആദ്യം എടുക്കാനുള്ളത്. 6 പേർക്ക് മിക്സി. പിന്നെ ആദ്യം ഫസ്റ്റ് എടുക്കാം. എടുത്തിട്ട് പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വാഷിംഗ് 3 പേർക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബമ്പർ പ്രൈസ് ആയ 2 പേർക്ക് 50 പേർക്ക് ഇവിടെ വന്നിട്ട് ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട്. അവർക്ക് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ടിനുള്ള സാധനം പർച്ചേസ് ചെയ്തിട്ട് പോവാം. അങ്ങനെയുണ്ട്. അപ്പോൾ ഏതായാലും 6 പേർക്കുള്ള സമ്മാനം വാഷിംഗ് മെഷീൻ അല്ലേ? അല്ല, അത് മിക്സി അല്ലേ ഷാൽ സാർ? ഓക്കെ, നമ്മള് പിന്നെ പാർട്ട്നേഴ്സിന്റെ ആയിക്കോട്ടെ, എടുത്തോളൂ, തുടങ്ങിക്കോളൂ. നമ്മൾ നേരത്തെ തന്നെ ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രേക്ഷകർക്ക് ഇതൊക്കെ ഇളക്കി ശരിയാക്കിയതാണ്. എടുത്തോളൂ. ജാഫർ CK ആണുള്ളത്. മൊബൈൽ നമ്പർ ഒന്ന് വായിച്ചു കൊടുത്താൽ, ഇതിലൊന്ന് വായിച്ചാൽ 9037141240. ഇത് അതിന്റെ മുകളിൽ ഇത് നമ്മള് പിന്നെ ഫോട്ടോ എടുത്ത് വെച്ചു. ഇത് ഇങ്ങനെ ഇടുകയാണ് നമ്മള്. അല്ല, എപ്പോൾ ഉണ്ടല്ലേ? ഇവരെയും നമ്മള് ഉംറക്കുള്ള ആ ലക്കി ആളെ കണ്ടെത്താൻ ഇവരെയും കൂടെ പരിഗണിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. നല്ല കാര്യം. സാധാരണ നമ്മൾ അങ്ങനെ പരിഗണിക്കലില്ല അല്ലേ? കഴിഞ്ഞിട്ട് എടുക്കാറുള്ളത്. ഇത് അങ്ങനെ ഒരു നല്ല കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ വെക്കുന്നുണ്ട്. ഷാൽ മാഷെ, ഇത് പിടിച്ചോട്ടാ, കളയരുത്. അടുത്തോളൂ. സുനിത 9946174338. സുനിത പോത്തും കാട്ടിൽ അങ്ങനെ എന്താണ്. അടുത്ത് പിന്നെ ഇത് അബ്ദുൽ നദീർ ഇ ആണ്. പിന്നെ എരഞ്ഞിത്തൊടിക പൂളമണ്ണ 9744605626 കേട്ടോ. ഓക്കെ, ഫോട്ടോ അയച്ചോളൂ. ഫാത്തിമ സനീഹ തൃപ്പനച്ചിയാണ്. 9633360720. അഞ്ചാമത്തെ അമീന മിന്നത്ത് കാവന്നൂരാണ്. അമീന 7907143715 കേട്ടോ. ഇസാമോൾ താമരശ്ശേരി 9645345647 മൊബൈൽ നമ്പർ. ആറായി. അപ്പോൾ മിക്സി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? വാഷിംഗ് മെഷീൻ എത്ര പേർക്കാ? 3 പേർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. മിക്സി 6 പേരെ തിരഞ്ഞെടുത്തു. ഇനി 3 പേര് ആരാണ് ആ ഭാഗ്യശാലികൾ നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങളെ ഡ്യൂട്ടി
വാഷിംഗ് മെഷീൻ ആർക്കല്ലേ അവരല്ലേ വാഷിംഗ് മെഷീൻ ആർക്കാണ് റിജു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ. അപ്പൊ നിങ്ങളാ നല്ല കൈയായിട്ടല്ലേ അവരെന്നല്ലേ എടുക്കുന്നത് വാഷിംഗ് മെഷീന് 3 പേര് ചെറിയ കാര്യമല്ല എടുക്കാൻ പോകുന്നട്ടാ നല്ല ഇറക്കിക്കോളി വാഷിംഗ് മെഷീന് കുറച്ച് അത് ആരാണ് ആ ഭാഗ്യശാലി വാഷിംഗ് മെഷീന് ഒന്ന് വായിച്ചു കൊടുക്കി ഷിഫ ഷെറീൻ ആയി പാണ്ടിക്കാട് പാണ്ടിക്കാട് 90 48 80 56 10. 10 ഷിഫക്ക് അടുത്ത് വാഷിംഗ് മെഷീന് രണ്ടാമത്തെ അല്ലേ ഓക്കെ ഗ്രേറ്റ് ആർക്കാണ് എവിടെ ഉള്ള ആളാണ് ആരാണ് മുസ്തഫ മാഹിരി ഓക്കെ ചാരങ്കാവ് ചാരങ്കാവ് നമ്പർ പറഞ്ഞു കൊടുക്കാം 9544110441. 1 ഓക്കെ വാഷിംഗ് മെഷീൻ്റെ ആള് ഓക്കെ ഷിബിലേ അഹമ്മദ് OP മതി അഹമ്മദ് ഓപ്പിലെ മുടിക്കോട് 90 74 25 0097 കേട്ടോ. ഇത് നമ്മളെ വാഷിംഗ് മെഷീനിലത്തെ 3 കൂപ്പൺ ഇടുകയാണ്. ആ ഓക്കെ മിക്സിന്റെ 1 2 3 4 5 ഓക്കെ 6 മിക്സി അയക്കാൻ വേണ്ടി പോകാം. പൂർണ്ണമായിട്ടും ഇവിടെ ഉള്ള എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടില്ല വീണ്ടും മറ്റേ ഭാഗശാലികളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്പർ പ്രൈസ് ആക്കിയിട്ടുള്ളത്. റെഡി അല്ലേ മേലക്ക് ഇതല്ലേ ഓക്കെ നമ്മള് പിന്നെ എന്റെ വ്യാപാരി വ്യവസായന്റെ മഞ്ചേരിയിൽ ആരൊക്കെയാണ് ഇതാരൊക്കെ ആൾക്കാരാണ്. ഇത് ഞങ്ങളെ മഞ്ചേരി ഞാൻ ഹമീദ് ഉരിക്കാണ് വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ഗ്രേറ്റ്. എൻ്റെ ഒരു പൈസല് മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ്. എന്റെ പേര് തന്നെയാണ്. താങ്ക് യു സന്തോഷം. ഓക്കെ നന്നായി. ഏതായാലും അല്ലേ ചങ്കിടിപ്പ് ഹേർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പർച്ചേസ് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ പരിഗണിക്കണം നമ്മള് അല്ലേ ഷാവലെ? അങ്ങനെ ഉണ്ടല്ലോ അവർക്കും ഉണ്ടാവുമല്ലോ ഇപ്പൊ സ്വാഭാവികമാണ്. നോക്കാം എല്ലാ സമയത്തോടു കൂടി ഇതാ ഉംറക്ക് പോള. ഇത് വടക്കുമുറി ഉള്ള ആളാണ്. മുഹമ്മദ് ആഷിഖാണ് പേര്. നിങ്ങൾക്ക് ഉംറക്ക് പോകാനുള്ള അവസരം ഉണ്ട് അൽഹംദുലില്ലാ. അജ്വാ പർദയിൽ നിന്നും മുഹമ്മദ് ആഷിഖ് 9745076776. വളരെ സന്തോഷം. അപ്പൊ ഇവരെ നമ്മൾ പോയി കാണണം ആഗ്രഹം. ഇത് എവിടെ സ്ഥലം ലൊക്കാലിറ്റി തന്നെ വടക്കുമുറി അടുത്ത് തന്നെ അല്ലേ? അപ്പൊ നമ്മള് ചാനലിൽ ഞങ്ങൾ അറിയിച്ചു. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ അവരെ ഇപ്പൊ അവിടെ പോയിട്ട് കാണും. അവരെ നേരിട്ട് അറിയിക്കാണ്. പൊതുസമൂഹത്തിൽ വെച്ച് നമ്മൾ നറുക്കെടുത്തിട്ടുണ്ട്. വെച്ചോളി. ഇനി വൺ മോർ എടുത്തോളി. അപ്പൊ ഇതാ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. നോക്കിയോളി ആരാണ്? ദിൽഷായം ദിൽഷ പാണായി 90 48 44 95 70. അപ്പോ അല്ലേ ഒരു പുരുഷനും ഒരു സ്ത്രീയും അതിലും ഒരു ഇതുണ്ട് അല്ലേ? ജെൻഡർ ഇത് കാണിച്ചിട്ടില്ല നമ്മള്. ജെൻഡർ ഇക്വാലിറ്റി ആണ് അല്ലേ? ഏതായാലും സംഭവം സന്തോഷം. ഉഷാറായി. അപ്പൊ നമ്മളെന്നാല് ഇവരെ പോയി കാണാന്നുള്ള പരിപാടിയല്ല നീ അടുത്ത് നോക്കണ്ടത്. ഇനി ഇതോടൊപ്പം തന്നെ ഇവിടെ നറുക്കെടുക്കുന്നുണ്ട്. ബാക്കി 50 പേർക്ക് എന്തോ സംഭവം അല്ലേ? അത് ഇവിടുന്ന് എടുത്താൽ മതി. ഓക്കെ. എന്ത് തോന്നുന്നു? അടിപൊളിയായിട്ട് തോന്നുന്നു. സന്തോഷം. എന്തുകൊണ്ടാ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ നാട്ടുകാരെ പങ്കെടുക്കുന്നത്. അതെ ഇങ്ങനൊരു പരിപാടി അതുവരെ കേട്ടിട്ട് പോലും ഇല്ല. കാരണം പ്രൈസ് കിട്ടിയവർക്ക് തന്നെ വീണ്ടും ബമ്പർ സമ്മാനം കൊടുക്കുക വെച്ചാൽ അത് വലിയൊരു ഗ്രേറ്റ്.
സന്തോഷം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മഞ്ചേരി യൂണിറ്റിൻ്റെ, മഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിൻ്റെ. ഓക്കെ, ഓക്കെ, താങ്ക് യു.